ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനാണ്. പ്രോബ്ലി ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ +1 +2 സിലബസിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം ഇതിൽ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്സ് നിങ്ങൾ +1 മാത്രമല്ല +2 മാത്രമല്ല ഫിസിക്സ് എവിടെ വെച്ച് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ആയിരിക്കും നിങ്ങൾ മിക്കവാറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ബേസിക്കലി 3 ഭാഗമായിട്ടായിരിക്കും പഠിക്കുന്നത്. ആദ്യം വെക്റ്റേഴ്സ് എന്താണ്, വെക്റ്റേഴ്സിൻ്റെ പല ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും പഠിക്കുന്നത്. രണ്ടാമത്തത് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ആൻഡ് മൂന്നാമത്തത് സർക്കുലർ മോഷൻ്റെ ബേസിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ഈ സർക്കുലർ മോഷൻ ചാപ്റ്റർ നമ്പർ 8 നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ വളരെ ബേസിക്സ് ആയി സർക്കുലർ മോഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും ദയവേത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെയും വളരെ എളുപ്പമായി ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള പിള്ളേർ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സായിട്ട് എഴുതിയെടുക്കുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഓൾറൈറ്റ്, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം, പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ഉപരിതലം എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ മോഷൻ എപ്പോഴാണ് മോഷൻ പ്ലെയിൻ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇഫ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ക്യാൻ ബി ട്രാക്ഡ് യൂസിങ് 2 coordinates, okay, and the motion can be described using 2 axes, then we call it as motion in a plane. എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നടക്കുവാണ്, ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഞാൻ നടക്കുവാണ്. ഓക്കെ, ഇത് ഞാനാണ്. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് റോഡാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നടക്കുവാണ്, കുറച്ച് ദൂരം പോയി. ഈ നടത്തത്തിനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനിക്ക് ഡിഫൈൻ ചെയ്യാൻ ഒരു ആക്സിസ് മതി. എങ്ങനെ ആ ആക്സിസ് ഞാൻ വരയ്ക്കുന്നത്? ഇവിടെ 0 വരച്ചു, 1 2 3 4. ഓക്കെ, വിചാരിക്കാം ഞാൻ 4ൽ പോയി എത്തി, ഞാൻ ഇവിടെ എത്തി നിന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഞാൻ 0ൽ മോഷൻ തുടങ്ങി 4ൽ പോയി ഞാൻ എൻ്റെ മോഷൻ തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോഷനെ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മോഷൻ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ഒരു ആക്സിസ് മതി. അപ്പോൾ അതിനെ ഞാൻ 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമതൊരു കേസ് വിചാരിക്കാം. ഞാനൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിൽക്കുവാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തി, പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ എത്തി. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ഞാൻ നടക്കുന്നു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ മോഷൻ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ഒരൊറ്റ ആക്സിസ് പോരാ. കാരണം ഈ സൈഡിലുള്ള ചലനത്തിന് കൂടെ ഞാൻ മുകളിലോട്ട് കുറച്ച് ചലിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ടും പോയിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് കുറച്ച് ദൂരം നീങ്ങി, അങ്ങോട്ട് കുറച്ച് ദൂരം നീങ്ങി, മുകളിലോട്ട് നീങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ താഴോട്ട് നീങ്ങി, അതേപോലെ വലത്തോട്ട് നീങ്ങി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ അത് ഒരു ആക്സിസിൽ എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ആക്സിസിൽ ഇവിടെ 0യും ഇവിടെ ലെറ്റ്സ് സേ 5 ആണെന്ന് വിചാരിച്ചു. 5 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് എത്ര ദൂരം മുകളിലോട്ട് പോയി എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഷനെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ഒന്നിൽ കൂടുതൽ ആക്സിസ് വേണം. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ 2 ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് y ആക്സിസ് എന്ന് വിചാരിക്കാം, ഇത് x ആക്സിസ് എന്ന് വിചാരിക്കാം. രണ്ടിലും പൊസിഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിനെ ഞാൻ x ആക്സിസ് y ആക്സിസ് ആയി മാർക്ക് ചെയ്തു. എന്നിട്ട് വിചാരിക്കാൻ ഞാൻ പറയുവാണ് ഇത് 1 2 3 4. ഓക്കെ, അതേപോലെ ഇവിടെ 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ പറയണം ആദ്യം ഞാൻ 1 നിന്നു, 1 നിൽക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ നടന്ന് 3 4 അല്ലേ? x ആക്സിസിൽ 3 y ആക്സിസിൽ 4 എത്തി. ഓക്കെ, എന്നിട്ട് ഞാൻ നടന്ന് 5 1 x ആക്സിസിൽ 5 y ആക്സിസിൽ 1. അപ്പോൾ എൻ്റെ മോഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റി? ഈ ഓരോ പൊസിഷനും എനിക്ക് ഡിഫൈൻ ചെയ്യാൻ 2 കോർഡിനേറ്റ്സിന് ആവശ്യം വന്നു. x കോർഡിനേറ്റും y കോർഡിനേറ്റും, അതേപോലെ x കോർഡിനേറ്റ് y കോർഡിനേറ്റ്, x കോർഡിനേറ്റ് y കോർഡിനേറ്റ്. അപ്പോൾ എൻ്റെ മോഷനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഓരോ പൊസിഷനും എൻ്റെ ചലനത്തിനെ എനിക്ക് അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് എനിക്ക് ഒന്നിൽ കൂടുതൽ കോർഡിനേറ്റ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ 2 കോർഡിനേറ്റ് വേണ്ടി വരുന്നു ഈ ഒരു പർട്ടിക്കുലർ കേസ്. അങ്ങനെയുള്ള കേസസിനെ നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. അപ്പോൾ 2 കോർഡിനേറ്റ് ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് 2 ആക്സിസും ഉണ്ടാവും, x ആക്സിസും y ആക്സിസും. അപ്പോൾ അങ്ങനെയുള്ള ചലനത്തിനായിരിക്കും നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞായിരുന്നു ഫിസിക്സിലെ ഒരു ഭാഗമാണ് മെക്കാനിക്സ്. ആ മെക്കാനിക്സിനെ നമുക്ക് 2ആയി ഭാഗം ചെയ്യാം. ഒന്ന് കൈനമാറ്റിക്സ്,
കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, മോഷന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കത്തില്ല. ഓക്കെ. രണ്ടാമത് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മോഷനെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ കാരണങ്ങളെ കുറിച്ചും പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ ഈ മോഷനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അതായത് 2 ഡയമെൻഷൻ മോഷൻ അല്ലെങ്കിൽ മോഷനെ പ്ലെയിനെ കുറിച്ച് മാത്രമായിരിക്കും പഠിക്കുന്നത്, അതിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കത്തില്ല. അപ്പോൾ ഇതും കൈനമാറ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. മെക്കാനിക്സിന്റെ അകത്ത് കൈനമാറ്റിക്സിലെ ഒരു ഭാഗമാണ് ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിന് ഇനിയും എക്സാമ്പിൾ നമുക്ക് പറയാം. മോഷൻ ഇൻ എ പ്ലെയിൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മുടെ മൊബൈൽ ഫോണിൽ കളിക്കുമ്പോൾ, മൊബൈൽ ഫോണിൽ ലെറ്റ്സ് സേ നമ്മുടെ മറ്റേ പണ്ടത്തെ നോക്കിയ ഫോണിലൊക്കെ ഈ പാമ്പിന്റെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്? ആ പാമ്പ് ഇതാണ് മൊബൈലിന്റെ സ്ക്രീൻ എന്ന് വിചാരിക്കുക. ആ പാമ്പ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ ആ പാമ്പിന്റെ ഓരോ കോർഡിനേറ്റ്സ് എനിക്ക് പറയണമെങ്കിൽ ഒരു എക്സ് ആക്സിസും വേണം, ഒരു വൈ ആക്സിസും വേണം. ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ഒരു ഫുട്ബോൾ ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. 2 ടീം തമ്മിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ആ ഫുട്ബോളിന്റെ ചലനം, ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഫുട്ബോളിന്റെ ഓരോ ചലനവും എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഒരു വൈ ആക്സിസ് വേണ്ടി വരും, ഒരു എക്സ് ആക്സിസ് വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മോഷൻ ഇൻ എ പ്ലെയിനിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കുക. ഫോർ ദിസ് വി നീഡ് ടു ലേൺ ടു ഹാൻഡിൽ വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സ് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്താണ് എന്ന് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ നമുക്ക് വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 രീതിയിൽ പറയാം. 2 രീതിയിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകളെ നമ്മൾ എന്ത് അളവെടുത്തു കഴിഞ്ഞാലും അതിനെ 2ആയി നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ഒന്ന് സ്കേലാസ്, മറ്റത് വെക്ടേഴ്സ്. ഓക്കെ. ഇനി ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്, സ്കേലാസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല എന്ന് സാധാരണ ഒരുപാട് ടീച്ചേഴ്സ് പോലും അങ്ങനെ പറഞ്ഞു കൊടുക്കാറ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, തെറ്റാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തെറ്റല്ല, പക്ഷെ കുറച്ചുകൂടെ ശരിയായ രീതിയിൽ നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ എന്താ സ്കേലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ദാറ്റ് ഡസ് നോട്ട് ഒബേ ദ ലോ ഓഫ് വെക്ടർ അഡിഷൻ, അതിനെല്ലാം നമ്മൾ സ്കേലാസ് എന്ന് പറയും. ഓക്കെ, എന്താ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്നുള്ളത് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ ഭൗതിക അളവാണോ ലോ ഓഫ് വെക്ടർ അഡിഷനെ ഫോളോ ചെയ്യാത്തത് അല്ലെങ്കിൽ അതിനെ ഒബേ ചെയ്യാത്തത്, അതിനെയെല്ലാം നമ്മൾ സ്കേലാസ് എന്ന് പറയും. അപ്പോൾ എന്താ സ്കേലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഡയറക്ഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്ത് ഭൗതിക അളവിനാണോ ഡയറക്ഷൻ ഇല്ലാത്തത് അതെല്ലാം സ്കേലാസ് ആണ് എന്ന് പറയരുത്, അത് തെറ്റാണ്. പകരം പറയേണ്ടത് എനി ക്വാണ്ടിറ്റി ദാറ്റ് ഡസ് നോട്ട് ഒബേ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഈസ് കോൾഡ് സ്കേലാർ ക്വാണ്ടിറ്റി. ജനറലി സാധാരണഗതിയിൽ ദീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് ഡയറക്ഷൻ കാണാറില്ല. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചാപ്റ്റർ നമ്പർ 3 ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ, ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്ഷൻ നമ്മൾ പറയത്തില്ല. ഓക്കെ, ഞാൻ വീട്ടിൽ നിന്നും തുടങ്ങി എന്ന് വിചാരിക്കാം, H ആണ് എൻ്റെ വീട് എന്ന് വിചാരിക്കുക, ഈ പോയിന്റ് H ആണ്, വീട്ടിൽ നിന്ന് ഞാൻ തുടങ്ങി, സ്കൂളിലോട്ട് ഞാൻ എത്തി. ഓക്കെ, ഞാൻ ഇങ്ങനെ കറങ്ങിയാണ് ഞാൻ സ്കൂളിൽ എത്തുന്നത്. ഈ പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡയറക്ഷൻ പ്രാധാന്യമില്ല, നമ്മൾ ഏതൊക്കെ പാത്തിൽ പോയോ ആ പാത്തിൻ്റെ എല്ലാം ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതിന് നമ്മൾ സ്കേലർ ആണ് എന്ന് പറഞ്ഞു. അതൊരു എക്സാമ്പിളാണ്. പലപ്പോഴും ചില ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടാവാറുണ്ട്, എന്നിട്ട് പോലും അത് സ്കേലർ ആവാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് അതിനൊരു എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ പറയുമ്പോൾ വെറുതെ ഡയറക്ഷൻ ഇല്ലാത്തതെല്ലാം സ്കേലേഴ്സ്, ഡയറക്ഷൻ ഉള്ളതെല്ലാം വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റാറുണ്ട്. കാരണം എന്താ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ഭൗതിക അളവ് അതിന് ഡയറക്ഷൻ ഉണ്ട്, അങ്ങോട്ടാണോ കറണ്ട് പോകുന്നത് എന്ന് നമ്മൾ പറയും. പക്ഷേ അത് ലോ ഓഫ് വെക്ടർ അഡിഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് അതൊരു സ്കേലറായി മാറും. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ സ്കേലേഴ്സിന് ഡയറക്ഷൻ ഉണ്ടാവാറില്ല, പക്ഷെ അങ്ങനെ നിർബന്ധമില്ല. അപ്പോൾ എന്താ സ്കേലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാം ലോ ഓഫ് വെക്ടർ അഡിഷനെ എന്തൊക്കെ ഫോളോ ചെയ്യുന്നില്ലയോ, ഏതൊക്കെ ഭൗതിക അളവ് ഫോളോ ചെയ്യുന്നില്ലയോ അതിനെല്ലാം നമ്മൾ സ്കേലാർ എന്ന് പറയും. എനി ക്വാണ്ടിറ്റി ദാറ്റ് ഡസൻറ്റ് ഒബേ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഈസ് കോൾഡ് എ സ്കേലാർ. ഓക്കെ, എന്നിട്ട് പറയാം നെക്സ്റ്റ് സെൻറ്റൻസ് പറയാം ജനറലി ദീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. സാധാരണഗതിയിൽ ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവാറുണ്ട്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഡയറക്ഷൻ നമ്മൾ പറയാറില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കേലാസ് എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് അത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്, അതിന് ഡയറക്ഷൻ ഇല്ല പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അത് സ്കേലറാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കറണ്ട്, ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് ലോ ഓഫ് വെക്ടർ അഡിഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് അതൊരു സ്കേലറായി. എന്നാൽ എന്തായിരിക്കും വെക്ടർ എന്ന് പറയുന്നത് എനി ക്വാണ്ടിറ്റി ദാറ്റ് ഒബേസ് ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഒരിക്കൽ കൂടി ഈ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ഭൗതിക അളവ് ലോ ഓഫ് വെക്ടർ അഡിഷനെ ഒബേ ചെയ്യുന്നു
അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ എല്ലാം നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ദീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് എപ്പോഴും ഡയറക്ഷനും ഉണ്ടാവും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ താഴെ എഴുതുവാണ്. ഫോഴ്സ്, വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയാം. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് വെക്ടേഴ്സിന് വേണ്ടി പറയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വെക്ടേഴ്സ് വെച്ചിട്ട് പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഓപ്പറേഷൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ജനറലി ബൈ എ ലെറ്റർ. ഒരു ലെറ്റർ കൊണ്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ആൻ ആരോ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഓക്കെ, എപ്പോഴും ഒരു വെക്ടർ, ഒരു ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മളൊരു ലെറ്റർ കൊണ്ടായിരിക്കും പറയുന്നത്. ഫോഴ്സിന് എഫ് ആണെന്ന് പറയാമെന്ന് വിചാരിക്കും. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതാതെ എഫിൻ്റെ മുകളിൽ ഒരു ആരോവും കൂടി കൊടുക്കുന്നതായിരിക്കും നമ്മൾ എപ്പോഴും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വെക്ടർ എഴുതുമ്പോൾ ആ ആൽഫബറ്റ് അല്ലെങ്കിൽ ആ ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ആരോ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യമേ നമ്മൾ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വെക്ടർ ക്വാണ്ടിറ്റീസിന് എപ്പോഴും ഡയറക്ഷനും ഉണ്ടാവാറുണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവാറുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡയറക്ഷനും പ്രാധാന്യമുണ്ട്, അതേപോലെ മാഗ്നിറ്റ്യൂഡിനും പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എനിക്കുള്ള ഒരു വെക്ടർ എന്ന് വിചാരിക്കാം. ഇതിന് ഞാൻ OP എന്ന് പറയുവാണ്. O മുതൽ P വരെയുള്ള ഒരു വെക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് എഴുതി വരച്ച് വെക്കാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ഇതിന് 10 സെൻറ്റിമീറ്റർ ആണ് നീളം എന്ന് വിചാരിക്കാം. അപ്പോൾ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എപ്പോഴും ആ 10 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 സെൻറ്റിമീറ്റർ എന്ത് മാത്രമേ ആവുന്നുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ. അതിൻ്റെ അളവ് എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ നീളം എത്രയാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വെക്ടേഴ്സ് ആവുമ്പോൾ എപ്പോഴും ആ അളവ് അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയാതെ അതിൻ്റെ കൂടെ അതിൻ്റെ ഡയറക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 രീതികൾ നമുക്കുണ്ട്. ആദ്യത്തെ രീതിയാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OP ഒരു വെക്ടർ ഞാൻ വരച്ചു. ആ OP വെക്ടറിനെയാണ് എനിക്ക് എഴുതി കാണിക്കേണ്ടത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും എഴുതുന്നത് ഇതിന് 10 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും, അതായിരിക്കും മാഗ്നിറ്റ്യൂഡ്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ പറയും അതിന് എത്ര ആംഗിൾ ഉണ്ട് എന്നതും കൂടെ പറയും. എത്ര ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടലും ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ പറയുവാണ് ഇതിന് 45 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ വെക്ടറിന് 10 സെൻറ്റിമീറ്റർ ഉണ്ട്, അറ്റ് 45 ഡിഗ്രി ആംഗിളിലാണ് ഇത് നിൽക്കുന്നത് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇത് ഒരു രീതിയാണ് വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ രീതി കാർട്ടീഷ്യൻ ഫോം. ഒരു രീതിയിലും കൂടെ നമുക്ക് ഈ വെക്ടേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ശ്രദ്ധിക്കുക, കാർട്ടീഷ്യൻ ഫോമിന് എപ്പോഴും നമ്മൾ കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആക്സിസ് വെച്ചായിരിക്കും നമ്മൾ കാർട്ടീഷ്യൻ ഫോമിനെ പറയുന്നത്. അത് ഓർത്താൽ മതി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു വെക്ടറിനെ എനിക്ക് കാണിക്കണം, കാർട്ടീഷ്യൻ ഫോമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എനിക്ക് ആക്സിസ് വരയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എങ്ങനെ നമുക്ക് ആക്സിസ് വരയ്ക്കാം? ഒരിക്കൽ കൂടി ഇതിൻ്റെ ഒരു എക്സ് ആക്സിസ് എനിക്ക് വരയ്ക്കാം. ഇതാണ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കാം. ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. എപ്പോഴും ഓർക്കുക, ഈ എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആണ്, വൈ ആക്സിസ് വെർട്ടിക്കൽ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മളിവിടെ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ഈ ദൂരം എത്രയാണ് എന്ന് ഞാൻ അളന്നു. എക്സ് ആക്സിസിൽ ഇതിൻ്റെ നീളം എത്രയാണ് എന്ന് ഞാൻ അളക്കുവാണ്. അതേപോലെ വൈ ആക്സിസിൽ ഇതിൻ്റെ നീളം എത്രയാണ് എന്ന് ഞാൻ അളക്കുവാണ്. ഓക്കെ, ലെറ്റ്സ് സേ ഞാൻ അസ്യൂം ചെയ്യുവാണ് എക്സ് ആക്സിസിൽ ഇതിൻ്റെ വാല്യൂ എക്സ് ദൂരമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ജനറലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 45 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ 5√2 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, 5√2 ആണ് എക്സ് ആക്സിസിൽ ഇതിൻ്റെ നീളം, ഇത്രയും നീളം എന്ന് വിചാരിക്കാം. എങ്ങനെ നമ്മൾ ചെയ്ത് അതിനെ വെർട്ടിക്കലി എക്സ് ആക്സിസിൽ പിടിച്ച് കണക്ട് ചെയ്തു, എന്നിട്ട് ആ ദൂരം നമ്മൾ അളക്കുന്നു. ഓക്കെ, അത് 5√2 ആണ്. അതേപോലെ വൈ ആക്സിസിലും ഇത് 5√2 ആയിരിക്കും. 5√2 ആണ് ഇതിൻ്റെ നീളം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ടിനെയും എടുക്കും. ഓക്കെ, ആദ്യം എക്സ് ആക്സിസിൽ എത്ര നീളമുണ്ട് എന്നുള്ളത് നമ്മൾ ഐ കൊണ്ട് എഴുതും. എന്ന് പറഞ്ഞാൽ 5√2 ഇതാണ് എക്സ് ആക്സിസ്. ഇതിന് കൂടെ നമ്മളൊരു ഐ എന്ന് പറഞ്ഞ വെക്ടർ ഫോം, അത് എക്സ് ആക്സിസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ കൂടെ കൊടുക്കും. ഈ ഐനെ നമ്മൾ കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത് എക്സ് ആക്സിസിൽ അതിൻ്റെ നീളം, എക്സ് ആക്സിസിൽ പിടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീളം 5√2 ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐ എന്ന് പറയും. ഓക്കെ, ഐൻ്റെ മുകളിൽ ഒരു തൊപ്പി വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, പ്ലസ് ഇനി ഒരു ആക്സിസ് കൂടെ ഉണ്ട്, വൈ ആക്സിസ്. ആ വൈ ആക്സിസിലും ഇത് 5√2 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? 5√2 ഓൺ വൈ ആക്സിസ്. അതിന് നമ്മൾ ജെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ 2 ഡയമെൻഷൻ, ഇത് 2 ഡയമെൻഷൻ ആണ്, ഇതിന് 2D റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വെക്ടറിനെ ഞാൻ 2 ഡയമെൻഷനിൽ കാർട്ടീഷ്യൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? 5√2i പ്ലസ്
5√2j. കാരണം 2 ആക്സിസ് ആണുള്ളത്. ആ 2 ആക്സിസിനെയും നമ്മൾ കാർട്ടീഷ്യൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി 3D ആണെങ്കിലോ 3 ഡയമെൻഷൻ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇരിക്കുന്നത്, എക്സ് ആക്സിസ് വൈ ആക്സിസ് പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിസ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം, ഇസഡ് ആക്സിസ്. എന്നിട്ട് ഈ വെക്ടർ ഇങ്ങനെ ഇരിക്കുമല്ല, പകരം ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐയും ജെയും മാത്രം പോരാ. ഐ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്, ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് ആക്സിസിനും ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ടാവും. ഇതിന് ഇസഡ് ആക്സിസിലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനത്തിന് ഇതിന് ഒരു ഹൈറ്റും കൂടെ ഉണ്ടാവും. അതിനെ നമ്മൾ ഇസഡ് ആക്സിസിലുള്ള വാല്യൂ ആണത്, മാഗ്നിറ്റ്യൂഡ് ആണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ് ഐ എത്രയാണോ 5√2 ആണെങ്കിൽ 5√2 ഞാൻ എക്സ് എന്ന് വിചാരിക്കണം, എക്സ് ദൂരമാണ് അതിന് എക്സ് ആക്സിസിലുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ എക്സ് ഐ എന്ന് എഴുതി, പ്ലസ് വൈ ദൂരമാണ് വൈ ആക്സിസിൽ ഉണ്ടെന്ന് വിചാരിക്കാം, അപ്പോൾ നമ്മൾ വൈ ജെ എന്ന് എഴുതും, പ്ലസ് ഇസഡ് ദൂരമാണ് ഇസഡ് ആക്സിസിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം, അപ്പോൾ ഇതിന് നമ്മൾ ഇസഡ് കെ എന്ന് എഴുതും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ 3 ഡയമെൻഷനിൽ കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ 2 രീതികളുണ്ട്. എന്തൊക്കെയാണ് ആ 2 രീതികൾ? ആദ്യം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം. മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയുന്നു, എന്നിട്ട് ആംഗിൾ വെച്ച് പറയുന്നു. ഇത് സാധാരണ നമ്മൾ 2 ഡയമെൻഷണൽ കേസസിലാണ് നമ്മൾ പറയാറുള്ളത്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മോർ അണ്ടർസ്റ്റാൻഡബിൾ രീതിയിൽ നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാർട്ടീഷ്യൻ ഫോം ഉപയോഗിക്കും. കാർട്ടീഷ്യൻ ഫോമിൽ 3 ആക്സിസിനും നമ്മൾ 3 ലേബൽ കൊടുക്കും. ഐ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, ജെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആൻഡ് കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഐ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, ജെ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആൻഡ് കെ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൽ എത്ര ദൂരമുണ്ട് ഇൻറ്റു ഐ എന്ന് നമ്മൾ എഴുതും, പ്ലസ് വൈ ആക്സിസിൽ എത്ര ദൂരമുണ്ട് ഇൻറ്റു ജെ എന്ന് നമ്മൾ എഴുതും, ആൻഡ് ഇസഡ് ആക്സിസിൽ എത്ര ദൂരമുണ്ട് ഇൻറ്റു കെ എന്നായിരിക്കും നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോകാം, വെക്ടർ ആൾജിബ്ര. നമുക്ക് പലപ്പോഴും പല കേസസും വരാറുണ്ട്. ഇപ്പം ലെറ്റ്സ് സേ ഞാൻ പറയുവാണ്, ഞാൻ ആദ്യം കുറച്ച് ദൂരം പോയി, ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഞാൻ പറയുവാണ്. രണ്ടാമത് കുറച്ച് ദൂരം പോയി, രണ്ടാമത് ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്, ഈ 2 ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് എനിക്കുണ്ട്. ഈ 2 ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വെക്ടറിനെയും ആഡ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യം വരും, ചിലപ്പോൾ പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യം വരും. പല ആവശ്യങ്ങളും നമുക്ക് വെക്ടേഴ്സ് വെച്ച് വരാറുണ്ട്. അപ്പോൾ ആ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ വെക്ടർ ആൾജിബ്രയിൽ പഠിക്കാൻ പോകുന്നത്. കാരണം സ്കെയിലർ ആണെങ്കിൽ എനിക്ക് വെറുതെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ ആദ്യം 2 മീറ്റർ, ഞാൻ ഡിസ്റ്റൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ആണ്, അപ്പോൾ 2 മീറ്റർ ദൂരം പോയി, പിന്നെ 3 മീറ്റർ ദൂരം പോയി, ടോട്ടൽ ദൂരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 + 3 എന്ന് എനിക്ക് വെറുതെ എഴുതിയാൽ മതി. കാരണം അത് 2 സ്കെയിലർ ആണ്, അതിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇതേ സംഭവം ഞാൻ വെക്ടേഴ്സിൽ പറയുവാണെങ്കിൽ 2 മീറ്റർ ആദ്യത്തെ വെക്ടർ ആണെന്ന് പറഞ്ഞു, 3 മീറ്റർ മറ്റൊരു വെക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടറിനെ രണ്ടും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 + 3 എന്ന് വെറുതെ എഴുതാൻ പറ്റത്തില്ല. കാരണം 2 വെക്ടേഴ്സ് ആണ്, 2നെയും ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നത് അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് ഡയറക്ഷനും കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റത്തില്ല, പകരം പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും യൂസ് ചെയ്തായിരിക്കും നമ്മൾ വെക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വെക്ടർ ആൾജിബ്രയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് മോഡുലസ് ഓഫ് എ വെക്ടർ. മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ. ഓക്കെ, എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം നമ്മൾ പറഞ്ഞു. അതിൽ എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഡയറക്റ്റ്ലി പറയാം. അപ്പോൾ എനിക്ക് ഈ വെക്ടറിന്റെ മോഡുലസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം 10 സെന്റിമീറ്റർ ആണ്. കാരണം ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് അതിന്റെ മോഡുലസ്. ഓക്കെ, അതെനിക്ക് ഡയറക്റ്റ്ലി പറയാം. പക്ഷെ കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് എൻ്റെ വെക്ടർ ഇതാണ്, എൻ്റെ വെക്ടർ 5√2i + 5√2j ഇതാണ് എൻ്റെ വെക്ടർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് എനിക്കറിയാം ഓൾറെഡി, ഇത് ഞാനിപ്പോൾ ഈ വെക്ടറിനെ തന്നെയാണ് ഇവിടെ എഴുതിയത്, അതുകൊണ്ട് എനിക്ക് മാഗ്നിറ്റ്യൂഡ് 10 ആണെന്ന് അറിയാം. പക്ഷേ ഇങ്ങനെ അറിഞ്ഞൂടാത്ത ഒരു വെക്ടർ തന്നിട്ട് xi + yj + zk എന്ന് കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മോഡുലസ് ഓഫ്, ഞാൻ പറയുവാണ് ഇതിന് എ വെക്ടർ എന്ന് ഞാൻ പറയുവാണ്, ഇത് 3D ആണ്, മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ വെക്ടർ, മോഡുലസിന് നമ്മൾ എപ്പോഴും 2 വര കൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മൾ ജനറലി മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന മോഡുലസ് പോലെ തന്നെയാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ എന്താ പറയുന്നത്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നതാണ് പറയുന്നത്. അതേപോലെ ഇവിടെയും മോഡുലസ് എന്ന് പറയുന്നത് ഒരു വെക്ടറിന്റെ മോഡുലസ് കാണിക്കാൻ നമ്മൾ 2 വരയായിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ മോഡുലസ് ഓഫ് എ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ എന്റെ വാല്യൂ എത്രയാണ്, xi + yj + zk ആണ്. അതാണ് എ വെക്ടർ എന്ന് വിചാരിക്കുക. അതിന്റെ മോഡുലസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ചെയ്താൽ മതി. ഓപ്പറേഷൻ ചെയ്യേണ്ടത് √(x² + y²
പ്ലസ് ഇസഡ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മോഡുലസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്റ്റർ നമുക്കറിയാം. ഓക്കെ, ഈ ഒരു വെക്റ്റർ 5√2i പ്ലസ് 5√2j, k ഇല്ല എന്ന് പറഞ്ഞാൽ 0k എന്നങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാൻ പോരാണ്. എങ്ങനെയാണ് വരുന്നത്? ആദ്യം xi ആണ്, അപ്പോൾ ആ എക്സ് സ്ക്വയർ എടുക്കണം. അപ്പോൾ 5√2 സ്ക്വയർ, 5√2ൻ്റെ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്, ജെയിൻ്റെ കൂടെ വരുന്നതാണ് y. അപ്പോൾ ജെയിൻ്റെ കൂടെ എന്ത് വരുന്നു? വീണ്ടും 5√2 സ്ക്വയർ. അപ്പോൾ 5√2 സ്ക്വയർ പ്ലസ് 5√2 സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് 0 തന്നെയാണ്, കാരണം കെയിൻ്റെ കൂടെ ഒന്നുമില്ല. അപ്പോൾ അതിനെ നമുക്ക് ഈ 0 ആയിട്ട് എടുത്താൽ മതി ഇസഡിന്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? √5√2 സ്ക്വയർ പ്ലസ് 5√2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടതാണ് 10 ആണ് കിട്ടേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കാം. ആൻഡ് ഈ നോട്ട്സ് വേണമെന്നുള്ളവർ ഇത്രയും സാധനങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞത് നേരത്തെ 5√2i പ്ലസ് 5√2j ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എ വെക്റ്റർ എന്ന് പറയുവാണ്. അപ്പം √5√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ആണ്. 5√2 ഹോൾ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ 2, 25 ഇൻറ്റു 2, അപ്പോൾ ഇത് 50 ആണ്. √50 പ്ലസ് ഈ 5√2 സ്ക്വയറും 50 ആണ്, 50 പ്ലസ് 0 ഇസ് ഈക്വൽ ടു √100. √100 എന്ന് പറയുന്നത് നമുക്കറിയാം 10 തന്നെയാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ കിട്ടിയിരുന്നതും ആ നേരത്തെ വരച്ചപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആയിരുന്നു ആൻഡ് ആംഗിൾ പറഞ്ഞായിരുന്നു 45 ഡിഗ്രി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയേണ്ടത് മോഡുലസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തന്നെയാണ്. 10 എന്താണ്? യൂണിറ്റ് മാറുന്നില്ല ഒരിക്കലും. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇത് വെക്ടേഴ്സിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു മോഡുലസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിൻ്റെ യൂണിറ്റ് മാറത്തില്ല. അപ്പോൾ മോഡുലസ് ഓഫ് എ ഈസ് 10 സെൻറ്റിമീറ്റർ. ആ സെൻറ്റിമീറ്റർ എഴുതിയില്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, വട്ടപൂജയായിരിക്കും കിട്ടുന്ന ഒരിക്കൽ കൂടി. അപ്പോൾ എപ്പോഴും ഓർക്കുക 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ മറക്കരുത്. കാരണം ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ആ വെക്ടറിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോകാം. യൂണിറ്റ് വെക്ടർ, വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. ഒരു വെക്ടർ തന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ പറയുവാണ് ഇതാണ് എൻ്റെ ഒരു വെക്ടർ എന്ന് വിചാരിക്കാം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതേ ഡയറക്ഷനിൽ 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ, ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ അതിൻ്റെ യൂണിറ്റ് വെക്ടർ ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിറ്റ് വെക്ടർ? ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയുള്ള ഒരു വെക്ടറിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയും. എപ്പോഴും ഓർക്കുക, ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇതിന് 10 ആയിരുന്നു ആ വെക്ടറിൻ്റെ നീളം, അതിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വെക്ടറിന് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യൂണിറ്റ് വെക്ടർ കിട്ടും. എപ്പോഴും ഓർക്കുക, ഈ യൂണിറ്റ് വെക്ടർ എഴുതുമ്പോൾ നമ്മൾ ക്യാപ്പ് എഴുതാൻ മറക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് വെക്ടർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫോഴ്സിൻ്റെ വെക്ടർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എഫ് ക്യാപ്പ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പറയുവാണ്, ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പറയുവാണ്, എസ് വെക്ടർ പറയുവാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എസ് ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും യൂണിറ്റ് വെക്ടറിന് ക്യാപ്പ് ഇടാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് പറയാം. ഒരിക്കൽ കൂടി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഫോമിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ആംഗിൾ ലെറ്റ്സ് സേ 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇത് ലെറ്റ്സ് സേ ഇത് ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 100 ന്യൂട്ടൺ എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ അതേ 45 ഡിഗ്രിയിൽ ഞാൻ 1 ന്യൂട്ടൺ ഒരു സാധനം വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ യൂണിറ്റ് വെക്ടറോ എന്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും യൂണിറ്റ് മാറത്തില്ല. ഓക്കെ, 100 ന്യൂട്ടൺ ആയിരുന്നു, ഇവിടെയും 1 ന്യൂട്ടൺ തന്നെയാണ്. അതേപോലെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മാറത്തില്ല. ഇവിടെയും 45 ഡിഗ്രി ആയിരുന്നു, ഇവിടെ 45 ഡിഗ്രി ആണ്. നമുക്ക് വാല്യൂ മാത്രം അതിൻ്റെ മോഡുലസ് എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്കറിയാം മോഡുലസ് എന്ന് പറയുന്നത് വാല്യൂ തന്നെയാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ന്യൂട്ടൺ അറ്റ് 45 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു വെക്ടർ, അതിനെയാണ് നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എഫ് ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ എപ്പോഴും ഓർക്കുക, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസ് ഇസഡ് ആക്സിസും ഉണ്ട്. ഇത് എക്സ് ആക്സിസ് വിചാരിക്കുക, ഇത് വൈ ആക്സിസ് വിചാരിക്കുക, ഇത് ഇസഡ് ആക്സിസ് വിചാരിക്കുക. എക്സ് ആക്സിസിൽ
1 യൂണിറ്റ് ഉള്ള ഒരു വെക്ടർ എടുക്കുന്നു. അതിന് തന്നെയാണ് നമ്മൾ ഐ വെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ ക്യാപ്പ് എന്ന് നമ്മൾ എഴുതിയ സാധനം. അപ്പോൾ ഐ ക്യാപ്പ് ആണ് എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ, ജെ ക്യാപ്പ് ആണ് വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ, ആൻഡ് കെ ക്യാപ്പ് ആണ് ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം കിട്ടുന്നത്. എക്സ് നമ്മൾ ആദ്യം എഴുതിയ ഫോമിൽ എക്സ് ഇൻറ്റു ഐ വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ്, പ്ലസ് വൈ ഇൻറ്റു ജെ വെക്ടർ ആൻഡ് ഇസഡ് ഇൻറ്റു കെ വെക്ടർ നമ്മൾ പറയുമ്പോൾ അവിടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഐ ജെ കെ തന്നെയാണ്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോമിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ എഴുതുവാണെങ്കിൽ ആ യൂണിറ്റ് വെക്ടർ ഓരോന്നും ഐ ജെ കെ വെക്ടേഴ്സ് തന്നെ ആയിരിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഓഫ് 4i - 3j പ്ലസ് കെ. ഇതാണ് വെക്ടർ എന്ന് വിചാരിക്കുക. എ വെക്ടർ എന്ന് പറയുന്നത് 4i - 3j പ്ലസ് കെ ആണ്. ക്യാപ്പ് ഇടാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂണിറ്റ് വെക്ടർ എടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ ചെയ്താൽ മതി. മോഡുലസ് എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, √(x² + y² + z²). ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്ത് കണ്ടുപിടിക്കാവോ? ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം എൻ്റെ കൂടെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. എ ക്യാപ്പ് എനിക്കറിയാം, എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ 4i + 3j -3j പ്ലസ് കെ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ എനിക്കറിയാം. മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് √(x²), എക്സ് എന്ന് പറയുന്നത് 4² പ്ലസ് y² 3² പ്ലസ് z² 1² എന്ന് പറയുന്നത് √16 + 9 + 1 26. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ √26 ചെയ്താൽ മതി. ഇതായിരിക്കും എനിക്ക് അവിടെ കിട്ടുന്ന യൂണിറ്റ് വെക്ടർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോവാം. ഈക്വൽ വെക്ടേഴ്സ്. 2 വെക്ടേഴ്സ് ആർ ഈക്വൽ ഇഫ് ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഞാൻ ആദ്യം പറയുവാണ്, ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുവാണ്. ഒരിക്കൽ കൂടി ഇതൊരു ഫോഴ്സ് വെക്ടർ ആണെന്ന് വിചാരിക്കാം. F = 200 ന്യൂട്ടൺ എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഒരു ഈക്വൽ വെക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു 200 ന്യൂട്ടൺ എടുത്താൽ പോരാ. വേറൊരു ഫോഴ്സ് ഞാൻ പറയുകയാണ് 200 ന്യൂട്ടൺ, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ മാറി. വേറൊരു കേസ് ഞാൻ പറയുകയാണ്, ഇതേ ഡയറക്ഷനിൽ ഇരിക്കുവാണ്, പക്ഷെ അതിന് 100 ന്യൂട്ടനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും എനിക്ക് ഈക്വൽ വെക്ടർ അല്ല. എപ്പോഴാണ് ഈക്വൽ ആവുന്ന? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആയി എനിക്ക് ഒരു വെക്ടർ കിട്ടുവാണെങ്കിൽ, ഇതേ ഡയറക്ഷൻ ഇതേ മാഗ്നിറ്റ്യൂഡ്, അങ്ങനെ ഒരു വെക്ടർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഈക്വൽ വെക്ടർ എന്ന് പറയാം. അപ്പോൾ ഇത് എഫിന് പകരം ഞാൻ പറയുവാണ്, ഇത് F1 എന്ന് പറയുവാണ്, F2 ആണ് ഇതെന്ന് വിചാരിക്കാം. അതിൻ്റെ ഡയറക്ഷനും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എനിക്ക് F1 = F2 എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെഗറ്റീവ് ഓഫ് എ വെക്ടർ. Negative of a vector is something that has same magnitude but opposite direction. ഒരിക്കൽ കൂടി ഒരു വെക്ടർ ഞാൻ പറയുവാണ്. ലെറ്റ്സ് സേ ലൈക്ക് ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. എപ്പോഴാണോ ഇതിന് നേരെ ഓപ്പോസിറ്റായി, അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റായി എനിക്കൊരു വെക്ടർ കിട്ടുന്നു, അപ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എ ക്യാപ്പ് കൊടുക്കാൻ മറക്കരുത്. എ = negative of b എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചും പറയാം, b = negative of a എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് പറയാം. ഒരു വെക്ടറിന്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിയും, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഒരു വെക്ടർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വെക്ടർ കണ്ടു കഴിഞ്ഞാൽ ഒന്നിൻ്റെ നെഗറ്റീവ് ആയിരിക്കും മറ്റൊന്ന്, അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സ്കേലാസിനെയും വെക്ടേഴ്സിനെയും കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വെക്ടേഴ്സിൻ്റെ ബേസിക്സ് പറഞ്ഞു, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം. രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗിൾ ഫോം ആണെങ്കിൽ ജനറലി നമ്മൾ 2Dയിലായിരിക്കും അത് പറയുന്നത്, അതധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയും, അതിൻ്റെ താഴെയുള്ള ആംഗിൾ, ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ പറയും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫോം ആണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാനും എളുപ്പമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എക്സിലുള്ള മാഗ്നിറ്റ്യൂഡ്, എക്സിലുള്ള ദൂരം നോക്കും, അല്ലെങ്കിൽ എക്സ് എത്ര ഉണ്ട് അതിൻ്റെ വാല്യൂ എന്ന് നോക്കും, ഇൻറ്റു എക്സിലുള്ള യൂണിറ്റ് വെക്ടറായ ഐ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ പ്ലസ് വൈയിൽ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കും, എന്നിട്ട് വൈയിലുള്ള യൂണിറ്റ് വെക്ടറായ ജെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് മൂന്നാമത് കെ ഉണ്ട്, അതായത് ഇസഡിലുള്ള എത്ര ദൂരം ഉണ്ടെന്ന് നോക്കും, എന്നിട്ട് ഇസഡിലുള്ള മാഗ്നിറ്റ്യൂഡിനെ ഇസഡിലുള്ള യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ മോഡുലസ് എടുക്കുന്നത് എന്നുള്ളതാണ്. മോഡുലസ് എന്ന് പറയുന്നത് √(x² + y² + z² ആണ്. അതിനുശേഷം യൂണിറ്റ് വെക്ടറും ഈക്വൽ വെക്ടറും നെഗറ്റീവ് വെക്ടറും എന്താണെന്ന് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദയവേത് നിങ്ങൾ കമൻസിൽ എഴുതുക, ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ച് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിക്കൊള്ളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.